സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ? അങ്ങനെ സംശയം അങ്ങനെയുള്ള സംശയങ്ങളൊന്നും. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടാവുന്നത്. അതെ, സംശയങ്ങളൊന്നുമില്ല. എനിക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സജനയ്ക്ക് ഫിറോസിനും അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. അത്തരം ഒരു സംഭവം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ പരാജയം ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ച് സംശയരോഗം തന്നെയാണ്. കുടുംബജീവിതത്തിൽ മാത്രം പറ്റുന്ന ഒരു സംഭവമാണ് ഈ സംശയരോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ലൈഫിലില്ല. സംശയങ്ങളോ അങ്ങനൊന്നുമില്ല. സംശയ ലൈഫൊന്നുമല്ല നമ്മൾ. എന്തിനാണ് പിന്നെ ചില പേരുകൾ ഇതിനകത്തേക്ക് കയറി വരുന്നത്? അവിടെയാണ് ഈ പേരെന്ന് പറയുന്നത് വീണ്ടും പറയുന്നത് ഷിയാസിന്റെ പേരാണ്. ഞാൻ അത് എത്രയോ പ്രാവശ്യങ്ങളിൽ ഞാൻ പല ഇന്റർവ്യൂലും നമ്മുടെ അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പുറം പറയുന്നു. ഇല്ല, ആളുകൾക്ക് പലതും പറയാം. രണ്ടും ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്നവർക്ക് എന്തെങ്കിലും പറയണ്ടേ? ഈ എന്തായാലും ഇങ്ങനെ കമന്റ് പറയുന്നവർ മറ്റൊരാളെ കുറിച്ച് മൈനസ് പറയുന്നവർ എന്നും അതേ പറയുള്ളൂ. ഒരിക്കലും മനസ്സിലാക്കുക, നമ്മുടെ വ്യക്തിത്വമാണ് അതിൽ. ഇപ്പം ഞാൻ ഒരാളെ കുറിച്ച് മൈനസ് പറയുന്ന ഒരാളാണെങ്കിൽ എല്ലാരെ കുറിച്ച് മൈനസ് ഞാൻ പറയാൻ ആഗ്രഹിക്കത്തുള്ളൂ. എനിക്ക് അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ഞാൻ ഒരാളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരാളാണെങ്കിൽ എല്ലാവരെയും കുറിച്ച് നല്ലത് പറയാൻ ഞാൻ ആഗ്രഹിക്കും. എനിക്ക് സന്തോഷം അതിലാണ്. മറ്റൊരാളെ കുറിച്ച് ഇപ്പോൾ ഹൈദർജിയെ കുറിച്ച് വേറൊരാൾ എന്നെ കുറിച്ച് തെറ്റ് പറഞ്ഞാൽ പോലും ഞാനല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ചില ക്വാളിറ്റികളില്ലേ, ഞാൻ അതാണ് നോക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ചില ക്വാളിറ്റികളുണ്ട്. ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. എൻ്റെ അടുത്തുള്ളവരും അടുത്തില്ലാത്തവരെ കുറിച്ചുള്ള നല്ലത് പറയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? അപ്പൊ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊന്നും നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നതെന്ന് നോക്കിയിട്ട് ഒരിക്കലും ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ അഭിനയിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ അഭിനയിച്ചേ പറ്റൂ. നമ്മൾ പച്ചയായിട്ട് ജീവിക്കണമെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയും. കാരണം അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരുടെ മുമ്പിൽ. കാരണം പലരും പല ക്യാരക്ടറാണ്. ഇവരെല്ലാം തൃപ്തിപ്പെടുത്തുന്നത് എങ്ങനെ ഒരു പച്ചയായ മനുഷ്യന് പറ്റില്ല. അത് വേണമെങ്കിൽ അഭിനയിച്ചേ പറ്റത്തുള്ളൂ. അവരെല്ലാം തൃപ്തിപ്പെടുത്തണമെങ്കിൽ, അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണമെങ്കിൽ അവരാണ് നമ്മുടെ കീ. നമ്മളെന്ന വ്യക്തിയുടെ കീ അവരാണെങ്കിൽ, അവരുടെ കയ്യിൽ നമ്മളെ താക്കോൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ തുള്ളണമെങ്കിൽ നമ്മൾ അഭിനയിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായേ? ഇത് ഞാൻ പച്ചയായിട്ട് ജീവിക്കുമ്പോൾ അവർ പറയും, പറഞ്ഞോട്ടെ, പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് എന്നെന്നല്ല, എല്ലാവരെയും ആരെക്കുറിച്ചും പറയാൻ. അത്രേ ഉള്ളൂ. നമ്മൾ അതിലൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതിലൊന്നും എനിക്ക് ദുഃഖവുമില്ല. നമുക്ക് എപ്പോഴും ദുഃഖം എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവർ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. മറ്റേതൊന്നും നമുക്ക് ഒരിക്കലും ദുഃഖം വരേണ്ട ആവശ്യമില്ല. ഒന്ന് താഴെ വീണപ്പോൾ കൈ പിടിച്ച് ഉയർത്തിയ ഒരു പേര് പറയുകയാണെങ്കിൽ ആരെ പറയാൻ പറ്റും? താഴെ വീണപ്പോൾ, താഴെ വീണ് കിടക്കുകയാണ്, കൈ പിടിച്ച് ഉയർത്തിട്ടാരെങ്കിലും? ആക്ച്വലി താഴെ വീണ് കിടക്കുകയാണ്. ഇനി കൈ പിടിച്ച് ഉയർത്താൻ ആരും വരുമോ ഞാൻ നോക്കട്ടെ. അതാണ് അതിന്റെ കറക്റ്റ് ഉത്തരം. അല്ല, പല റൂട്ടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും നമുക്കൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ നമ്മുടെ ജീവിതത്തിൽ. അല്ല, സീരിയസ്ലി ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ സജിനയും തമ്മിലുള്ള ജീവിതത്തിൽ പോലും പലപ്പോഴും ഞാൻ മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലൊക്കെ അവൾ എനിക്ക് സപ്പോർട്ടായിട്ട് ഓരോ കാര്യങ്ങൾ അവരുടെ കൈപിടിച്ച് ഉയർത്താറുണ്ട്. പിന്നെ എൻ്റെ പേരൻസ് എന്നെ കൈപിടിച്ച് ഉയർത്താറുണ്ട്. എനിക്ക് ചുറ്റും നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞു നമുക്ക് സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ഇൻറ്റിമേറ്റ് എന്ന് പറയാം, നമ്മളോടൊപ്പം നിൽക്കുന്ന എനിക്ക് വളരെ 4, 5, 6 പേരെ മാക്സിമം കാണുള്ളൂ. ഇവരെല്ലാം എൻ്റെ ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് ചെറിയ കാര്യമില്ല, അവരാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ ഓരോ വീഴ്ചകളിലും നമ്മൾ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നവരാണ്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.